ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു സമീറ താമസിച്ചിരുന്നത്. ആ ഗ്രാമത്തിൻ്റെ അറ്റത്തുള്ള പഴയ ഒരു വാടക വീട്ടിൽ അവളും ഭർത്താവും ജീവിക്കുകയാണ്. ഭർത്താവ് നാസർ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്നേഹവും വിശ്വാസവും നിറഞ്ഞ കുടുംബജീവിതമായിരുന്നു അവരുടേത്. 5 മക്കൾ. മൂത്തവൻ 12-ാം വയസ്സ്. ഏറ്റവും ഇളയത് അമ്മയുടെ ഗർഭത്തിൽ, അതായത് സമീറ 5-മതും ഗർഭിണിയാണ്. എന്നാൽ ഭർത്താവ് വിളിച്ചു, സമീറ, അള്ളാഹു നമുക്ക് ഇത്രയൊക്കെ ഭാഗ്യങ്ങൾ നൽകിയല്ലേ, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. മക്കളെ ദീനിയായ രീതിയിൽ നമുക്ക് വളർത്തിയാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത്. ഭർത്താവ് നാസർ പലപ്പോഴും പറയുന്ന വാക്കുകളായിരുന്നു അത്. എന്നാൽ സ്നേഹനിധിയായ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കാണുമ്പോൾ സമീറയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. അതെ, വാടക വീട്ടിലാണെങ്കിലും അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരുടെ ജീവിതം സന്തോഷകരമായിരുന്നു. എന്നാൽ ഒരു ദിവസം ജോലിക്ക് പോയ നാസർ തിരികെ വന്നില്ല. അതെ, റോഡപകടം, ഒരു ഫോൺ കോൾ, ഒരു നിമിഷം കൊണ്ട് സമീറയുടെ ലോകം തകർന്നു. ഗർഭിണിയായിരുന്ന അവൾ ആശുപത്രി വരാന്തയിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, റബ്ബേ, എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ വളർത്തും? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ടല്ലോ അല്ലാ. ആ കരച്ചിൽ കേട്ട എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ പിന്നീട് അവളുടെ ജീവിതം വളരെയധികം വിഷമകരമായ അവസ്ഥയിലായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. സമീറയ്ക്ക് 6-ാമത്തെ മാസം പോലും വിശ്രമിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ ഒരു വീട്ടിൽ പാത്രം കഴുകൽ, ഉച്ചയ്ക്ക് മറ്റൊരു വീട്ടിൽ തുണി അലക്കൽ, വൈകുന്നേരം 3-ാമത്തെ വീട്ടിൽ അടുക്കള ജോലി. അങ്ങനെ അവൾ ഓടി നടന്നു. കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ വാടക, അരി, മരുന്ന്, കുട്ടികളുടെ പഠനം, അങ്ങനെ പോകുന്നു. പല രാത്രികളിലും അവൾ സ്വന്തം വിശപ്പ് മറച്ച് മക്കൾക്ക് മാത്രം ഭക്ഷണം കൊടുത്തു. ഒരു രാത്രി മൂത്ത മകൻ ചോദിച്ചു, ഉമ്മ, നിങ്ങൾ കഴിച്ചില്ലേ? സമീർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ നേരത്തെ കഴിച്ചു. പക്ഷേ അതൊരു പൊള്ളയായ മറുപടിയായിരുന്നു. ആ രാത്രിയിൽ തന്നെ വിശന്ന വയറുമായി അവൾ തഹജ്ജുദിൽ നിന്നുകൊണ്ട് കരഞ്ഞു, യാ അല്ലാ, നീ അല്ലാതെ എനിക്ക് ആരുമില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മുഹറം മാസം വന്നു. ഗ്രാമത്തിലെ പള്ളിയിൽ ഉസ്താദ് മുഹറം മാസത്തിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് സംസാരിച്ചു. സഹോദരങ്ങളെ, ഈ മാസത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കൂ. കഴിയുന്നവർ ആശൂറ നോമ്പനുഷ്ഠിക്കൂ. കഴിവുള്ളവർ 9ഉം 10ഉം അനുഷ്ഠിക്കണം. അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യൂ. ദരിദ്രരെയും അനാഥരെയും സഹായിക്കൂ. പ്രതിഫലം അള്ളാഹുവിൻ്റെ പക്കലാണ്. ആ വാക്കുകൾ സമീറയുടെ ഹൃദയത്തിൽ തട്ടി. അവൾ പറഞ്ഞു, റബ്ബേ, എനിക്കൊന്നും ചോദിക്കാനില്ല. എൻ്റെ മക്കളെ മാത്രം നീ കാത്തുകൊള്ളണേ. അവൾ ഹൃദയം പൊട്ടി ദുആ ചെയ്തു പടച്ച റബ്ബിനോട്. അവൾ ഓരോ വീടുകളിലും ജോലി തേടിപ്പോയി. വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ അവളുടെ കാലുകൾ തളർന്നിരിക്കും. കാരണം അത് ഒരു റെസ്റ്റുമില്ലാത്ത ജോലിയായിരിക്കും. ഒരുപാട് പാത്രങ്ങൾ അവർ ഭക്ഷണം കഴിക്ക് സിങ്കിലേക്ക് കൊണ്ടുവന്നിടും. അവൾ അത് കഴുകി കുഴങ്ങും. കൈകളാകെ പൊതിർന്നിരിക്കും. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം മക്കളുടെ അരികിലേക്ക് എത്തുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ അവൾ വീണ്ടും ശക്തിയാവും. ഇല്ല, എൻ്റെ മക്കൾ പട്ടിണി കിടക്കാൻ പാടില്ല. ഞാൻ അധ്വാനിച്ചിട്ടെങ്കിലും അവരെ പോറ്റും. എന്നാൽ മോള് പറഞ്ഞു, ഉമ്മ, ഇന്ന് സ്കൂളിൽ ടീച്ചർ പുസ്തകം വാങ്ങാൻ പറഞ്ഞു, നോട്ട് ബുക്ക് ഇല്ല. ഉമ്മ, എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി, എനിക്ക് ചെരുപ്പില്ല. കുട്ടികളുടെ ഓരോ ആവശ്യവും കേൾക്കുമ്പോൾ അവളുടെ ഹൃദയം വേദനിച്ചെങ്കിലും അവൾ പുഞ്ചിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഉസ്താദ് പറഞ്ഞ ആ ഒരു ദിവസം വീണ്ടും മുഹറം മാസം വന്നു. മുഹറത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സമീറ കൂടുതൽ ഇബാദത്തിൽ മുഴുകി. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം അവൾ സുജൂദിൽ വീണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, യാ റബ്ബേ, എൻ്റെ മക്കൾക്ക് ഒരു നല്ല ഭാവി നൽകണമേ. ഞാൻ ഇല്ലാതെയായാലും അവരെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. അങ്ങനെ മുഹറം 10 വന്നെത്തി. ആ ദിവസം അവൾ നോമ്പിലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അതാ വാതിലിൽ ആരോ മുട്ടുന്ന ഒരു ശബ്ദം. ഒരു നിമിഷം അവളൊന്ന് ഭയന്നു. ആരായിരിക്കും? റബ്ബേ, അവൾ പതുക്കെ ഭയത്തോടു കൂടെ വാതിൽ തുറന്നു. കാരണം അവളും മക്കളും ഒറ്റക്കാണെന്നറിയാം. ഒരാൺതരിയായിട്ട് വലിയൊരാളില്ല. അവൾ പതുക്കെ ചെന്ന് വാതിൽ തുറക്കുകയാണ്. ആരാ? അവൾ വാതിൽ തുറന്നപ്പോൾ മുന്നിൽ കണ്ടത് നല്ല വസ്ത്രം ധരിച്ച ഒരു മധ്യവയസ്കൻ. അയാളെ കണ്ടപ്പോൾ ആദ്യം ഭയം തോന്നി. ആരാണ് നിങ്ങൾ? അവൾ ചോദിച്ചു.
അയാൾ ശാന്തമായി മറുപടി പറഞ്ഞു, എൻ്റെ പേര് ജാഫർ, ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് വന്നത്. സമീർ അമ്പരന്നു. സഹായമോ? എന്തിന്? എനിക്കിവിടെ സഹായത്തിൻ്റെ ആവശ്യമൊന്നും, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ജാഫർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രം അവൾക്ക് നൽകി. അതിലൊരു വാഹനാപകടത്തിൻ്റെ വാർത്തയുണ്ടായിരുന്നു. പത്രത്തിലെ ചിത്രത്തിലേക്ക് വിരൽ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു, ഇതാണ് എൻ്റെ ഭാര്യ, ഇവരാണ് എൻ്റെ മക്കൾ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ അവരെല്ലാം എന്നെ വിട്ടുപോയി. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പണമുണ്ട്, ബിസിനസ്സുണ്ട്, വലിയ വീടുണ്ട്, പക്ഷേ സമാധാനമില്ല. നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഒരു ഉസ്താദിൽ നിന്നും കേട്ടു. നിങ്ങളെയും മക്കളെയും സഹായിച്ചാൽ അള്ളാഹു എനിക്ക് മനസ്സമാധാനം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ആ പാവപ്പെട്ട സ്ത്രീയെയും മക്കളെയും സഹായിക്കുകയായിരിക്കും നല്ലത്. അല്ലാതെ ഇവിടെ വെച്ച് എല്ലാവരും അത്ര വലിയ കുഴപ്പം, സാമ്പത്തിക ശേഷി ഇല്ലാത്തവരായിട്ട് ആരുമില്ല. എണ്ണി പറഞ്ഞവരിൽ നിങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങളുടെ പേരാണ് ആദ്യം അവർ പറഞ്ഞത്. അള്ളാഹു എനിക്ക് മനസ്സമാധാനം നൽകണം, ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സമീറയുടെ 2 കണ്ണുകളും നിറഞ്ഞു. അന്നു മുതൽ ജാഫർ അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. സമീറ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിൽ. കാരണം അതൊരു അന്യപുരുഷനാണ്. ഞങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കും. പഠിച്ചോനെ അല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? പറ മോളെ, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? പള്ളിയിൽ ഉസ്താദ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയതാ അവൾക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്നും അവൾ വിചാരിച്ചു. അങ്ങനെയതാ ആ ഒരു വീടിൻ്റെ വാടക നൽകി കുട്ടികളുടെ പഠന ചെലവുകളും അദ്ദേഹം നോക്കി. പുതിയ വസ്ത്രങ്ങളും പുസ്തകങ്ങളും വാങ്ങിക്കൊടുത്തു. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ സമീറയുടെ വീട്ടിൽ വലിയൊരു മാറ്റം വന്നു. എന്നാൽ ചിലരൊക്കെ അതിനിടയിൽ അഭിപ്രായപ്പെട്ടു, വിധവയായ പെണ്ണാണ്, ഇപ്പോൾ ഒരാളാണ് അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. എന്താന്നില്ലേ, അത് പലതും ഉണ്ടാവും, അത് വെറുതൊന്നും ആരും കൊടുക്കൂല. അങ്ങനെ നാട്ടിൽ പല സംസാരങ്ങളും. ശരിക്കും അത് ഒരിക്കൽ ഉസ്താദിനെ കണ്ടപ്പോൾ സമീറ പറഞ്ഞു, ഉസ്താദേ, അദ്ദേഹം ശരിയാണ്. എൻ്റെ കുട്ടികളുടെ പഠന ചിലവ്, കാര്യങ്ങൾ, ഞങ്ങളുടെ വീടിൻ്റെ വാടക എല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അയൽവാസി താത്ത വന്ന് പറഞ്ഞൊരു കാര്യം, നാട്ടിലൊക്കെ പാട്ടാണ് നിങ്ങൾ അവിഹിത ബന്ധമെന്ന്. സത്യം പറഞ്ഞ ഉസ്താദേ, ഞാൻ ഒരിക്കൽ പോലൊരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൽ നിന്നൊന്നും ആവശ്യമില്ല. ഞാൻ പഴയ പോലെ ജോലിയെടുത്ത് ജീവിച്ചോളാം എൻ്റെ മക്കളെ പോറ്റാൻ. എന്നാലും തെറ്റായ രീതിയിലൊരു വാക്ക് ആളുകളുടെ ഇടയിൽ കേൾക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ഭർത്താവിനെ വിചാരിച്ച് എനിക്കതിന് പഠിച്ചവന് കഴിയില്ല. എൻ്റെ ഭർത്താവ് എന്നെ അത്രക്കും നോക്കിയതായിരുന്നു. അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ ചതിക്കില്ല. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അദ്ദേഹം വരാറ് പോലുമില്ല. പിന്നെ എങ്ങനെ? ശരിക്കും ഉസ്താദിൻ്റെ മുമ്പിൽ അവൾ അത് കരഞ്ഞു പറഞ്ഞു. ഉസ്താദിനും വല്ലാത്ത വിഷമം. അല്ലെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്നവരെ ആർക്കും കണ്ടൂടാ. നിങ്ങൾ വിഷമിക്കണ്ട. എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബ് നല്ലൊരു വഴി കാണിച്ചു തരട്ടെ. എന്താ ചെയ്യുക, നല്ലത് ചെയ്യാൻ ആൾക്കാർക്ക് സഹായം അവർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരാൾ ചെയ്യാനും സമ്മതിക്കൂല. എന്തൊക്കെ തന്നെയാലും അതുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ മരണപ്പെട്ടതല്ലേ. അപ്പോൾ പലതും ആളുകൾ തെറ്റിദ്ധരിക്കും. സാരമില്ല, തവക്കൽത്തു അലല്ലാ, എല്ലാം പടച്ച റബ്ബിൽ നിങ്ങൾ അർപ്പിക്കുക. എന്നാൽ ഉസ്താദിൻ്റെ മനസ്സിൽ അത് വല്ലാത്തൊരു വിഷമമായി. ഞാനായിട്ടാണ് അവരുടെ ജീവിതത്തിലേക്ക് സഹായം എത്തിക്കാൻ അദ്ദേഹം എന്നോട് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോയതാണ്. അല്ലാതെ റബ്ബേ, ഒരിക്കലും ഒരു തെറ്റായ രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. പഠിച്ചോനെ അല്ലാ, ഒരാൾക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു കൊടുത്തതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. എന്നാൽ പള്ളിയിലെ ഉസ്താദിന് അത് വല്ലാത്തൊരു വിഷമമായി. എന്നാൽ അദ്ദേഹം അപ്പോൾ തന്നെ ജാഫറിനെ വിളിപ്പിക്കുകയാണ്. ജാഫർ വന്നു. ഉസ്താദേ, എന്താ ഉസ്താദേ നിങ്ങളെന്നെ വിളിപ്പിച്ചത്? ജാഫർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ഉസ്താദേ, പറയൂ. നിങ്ങൾ സമീറയും മക്കളെയും ഇത്രയും കാലം നോക്കുകയാണ്. നിങ്ങൾ അവർക്ക് ചെലവിന് കൊടുക്കുന്നു, വീടിൻ്റെ വാടക കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. അതെ ഉസ്താദേ, ഇപ്പം എനിക്ക് മനസ്സിനൊരു സമാധാനമുണ്ട്. എൻ്റെ ഭാര്യയും മക്കളും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എനിക്ക് ഒരു കുടുംബത്തിനെങ്കിലും ചെലവിന് കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയാണ് ഉസ്താദേ. അതെ, ഞാനും മരണത്തെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ട്. ഞാൻ കൂടി മരണപ്പെട്ടു പോയാൽ ഇനി പാവം ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയും എനിക്കുണ്ട് ഉസ്താദേ. എന്നാൽ
ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. ജാഫർ, ഞാൻ ഒരു കാര്യം പറയട്ടെ? ചോദിക്കൂ ഉസ്താദെ, പറയൂ. ഞാൻ ഏതായാലും നിങ്ങൾ അവർക്ക് ചെലവിന് കൊടുക്കുകയാണ്. സമീറയാണെങ്കിൽ ചെറുപ്പക്കാരിയാണ്. അവരെ നിങ്ങളുടെ കുടുംബമായി ഏറ്റെടുക്കാൻ ആഗ്രഹമുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോൾ ജാഫറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉസ്താദെ, സത്യം പറഞ്ഞാൽ ആ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ആളുകൾ എന്ത് പറയുമെന്ന് കരുതി, അല്ലെങ്കിൽ ആ സ്ത്രീ സമീറ ആ പെണ്ണ് എന്ത് കരുതും എന്നെക്കുറിച്ച് എന്ന് കരുതി ഞാൻ എൻ്റെ മനസ്സിലെ ആഗ്രഹം അവിടെ അടക്കി വെച്ചതാണ്. അതെ, സത്യമായിട്ടും എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങേയറ്റ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, കാരണം എനിക്ക് കുടുംബമില്ലല്ലോ. ഞാൻ പലതവണ വിചാരിച്ചതാണ്. പക്ഷേ ആ സ്ത്രീയുടെ ആ ഒരു മനോവിഷമം ആലോചിച്ച്, അവർ ഭർത്താവിനെ മാത്രം സ്നേഹിച്ച് കഴിയുന്ന ഒരു യുവതിയാണ്. അതുമാത്രമല്ല നാട്ടുകാരുടെയും അത് വിചാരിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് ആഗ്രഹം മനസ്സിനുള്ളിൽ വെച്ച് നടക്കുകയായിരുന്നു ഉസ്താദേ. ആ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ആളുകൾ എന്ത് കരുതുമെന്ന് കരുതി മിണ്ടാതിരുന്നതാണ്. ഉസ്താദ് പുഞ്ചിരിച്ചു. ഇൻഷാ അല്ലാ, നമുക്ക് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണിത്. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ അവളോടും കേട്ടോ. അങ്ങനെ അതാ സമീറയെ ഉസ്താദ് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്നാൽ ഉസ്താദ് അത് പറഞ്ഞപ്പോൾ ആദ്യം അവൾക്ക് മടി തോന്നി. ഞാൻ 5 മക്കളുടെ ഉമ്മയാണ്. ആളുകൾ എന്ത് പറയും ഉസ്താദേ? എനിക്ക് 5 മക്കളാണ്. എന്നാൽ ആ നിമിഷം ഉസ്താദ് പറഞ്ഞു, സമീറ, നിങ്ങൾ അധികം പ്രായമായിട്ടില്ല, നിങ്ങൾ യുവതിയാണ്. 5 മക്കളുണ്ടെന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ പ്രായമായിട്ടില്ല. നല്ല യുവത്വമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം വെറുതെ കളയാനുള്ളതല്ല. എന്താ മോളെ, അദ്ദേഹം ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെട്ട മനുഷ്യനാണ്. നീ ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീയാണ്. ഹലാലായൊരു നിക്കാഹിൽ ആരും കുറ്റം കാണേണ്ടതില്ല. ഉസ്താദേ, ആളുകൾ പലതും തെറ്റിദ്ധരിക്കും. ഇനി അല്ല, ഹലാലാക്കുകയല്ലേ, അല്ലാതെ അവിഹിതമല്ലല്ലോ. ഉസ്താദിൻ്റെ ആ വാക്കിന് മുമ്പിൽ പിന്നീട് അവൾക്ക് വാക്കുകളുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുവരും ആ വിവാഹത്തിന് വേണ്ടി സമ്മതിച്ചു. അങ്ങനെ ഒരു ലളിതമായ നിക്കാഹിലൂടെ അവർ ഭാര്യയും ഭർത്താവുമായി. ശരിക്കും അവർക്ക് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. സമീറയ്ക്ക് കൂട്ടായിട്ട് ജാഫറും, ജാഫറിന് കൂട്ടായിട്ട് സമീറയും മക്കളും. ശരിക്കും ആ മക്കളിലൂടെ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഒരു ദിവസം സമീറയുടെ മക്കളുടെ കണ്ണുകളിൽ കണ്ട സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇത്രയും കാലം ഞങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം കൊണ്ടുതന്ന ആ മഹാൻ ഞങ്ങളുടെ ഉപ്പയായി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള കാര്യം അതവർക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ജാഫർ അവർക്ക് മനോഹരമായ ഒരു വീട് പണിത് കൊടുക്കുകയാണ്. വാടക വീട്ടിൽ നിന്നുള്ള കഷ്ടപ്പാടുകളെല്ലാം അവസാനിച്ചു. അതിമനോഹരമായ പുതിയ വീട്ടിലേക്ക് സമീറയും മക്കളും കയറുമ്പോൾ അവർ പടച്ച റബ്ബിനെ സ്തുതിച്ചു. എന്നാൽ സമീറ അദ്ദേഹത്തെ സ്വന്തം ജീവനെ പോലെ പരിചരിച്ചു. ജാഫറും മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചു. അങ്ങനെ സന്തോഷത്തോടു കൂടി അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവുകയാണ്. സമീറക്കും ആശ്വാസം, ജാഫറിനും ആശ്വാസം. സമീറ ജാഫറിനെ നല്ല രീതിയിൽ നോക്കി, നേരെ തിരിച്ചും നല്ലൊരു ഭാര്യയ്ക്ക് വേണ്ട സമാധാനം, സന്തോഷമെല്ലാം അദ്ദേഹം നൽകി. മക്കൾക്കും അങ്ങനെ തന്നെ. ആ പാവപ്പെട്ട കൊച്ചുകുടിലിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന മക്കളിപ്പോൾ വലിയ വീട്ടിൽ നല്ല സുഖസുന്ദരമായി ജീവിക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ദിവസം സമീറയ്ക്കൊരു തലകറക്കം. ഇക്ക, എനിക്ക് എന്താടി, എന്തു പറ്റി മോളെ, എന്തു പറ്റിയത്? ശരിക്കും ജാഫർ ഭയന്നു. അതാ അവൾ തലകറങ്ങി വീഴുകയാണ്. ജാഫർ അവളെ വാരിയെടുത്ത് അവൻ്റെ കാറിലേക്ക് വെച്ചു. മോളെ, എന്തു പറ്റി? പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ജാഫർ, നിങ്ങളൊരു കുഞ്ഞിൻ്റെ പിതാവാകാൻ പോവുകയാണ്. ശരിക്കും ജാഫർ ഒരു നിമിഷം പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹ്. ആ വാർത്ത കേട്ടപ്പോൾ ജാഫറിൻ്റെ കണ്ണുകളിൽ സന്തോഷ കണ്ണീർ നിറഞ്ഞു. താൻ നഷ്ടപ്പെടുത്തിയ തൻ്റെ കുടുംബത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൽ വന്നെങ്കിലും അള്ളാഹു വീണ്ടും ഒരു അനുഗ്രഹം നൽകുകയാണ് എന്ന സന്തോഷം അദ്ദേഹത്തിനുണ്ടായി. ആ ദിവസം അദ്ദേഹം പാവപ്പെട്ടവർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. അനാഥർക്കും സഹായം നൽകി. എന്തെന്നറിയില്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്ന എൻ്റെ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വീണ്ടും അതാ സന്തോഷങ്ങൾ കടന്നു കൂടുകയാണ്.
സെമീറയും മക്കളും വന്നതിന് ശേഷം എനിക്കിതാ തൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന ഒരു കുഞ്ഞുണ്ടാകാൻ പോവുകയാണ്. മാസങ്ങൾ കടന്നുപോയി. ആ ഒരു രാത്രിയിൽ ഇക്ക എന്തു പറ്റി സെമീറ? എന്തെങ്കിലും പെയിനുണ്ടോ? ഇക്ക അതെ. എന്നാൽ അതെ, ജാഫർ അവളെ വാരിയെടുത്തു. ഇല്ല, ഒന്നും പേടിക്കണ്ട. വേഗം വണ്ടിയിൽ കൊണ്ടുപോയി കിടത്തി. സാധനങ്ങളെല്ലാം അവൻ ഡിക്കിയിലേക്ക് വെച്ചു. മോളെ ഒന്നുമില്ല കേട്ടോ, ഇക്കാൻ്റെ കുട്ടിക്ക് ഒന്നുമില്ല. അങ്ങനെയതാ അവൾ ഹോസ്പിറ്റലിൽ അവളെ പ്രവേശിപ്പിച്ചു. എന്നാൽ അല്പസമയത്തിന് ശേഷം സുന്ദരനായ ഒരു ആൺകുഞ്ഞ് അവർക്ക് ജനിച്ചു. അൽഹംദുലില്ലാ. സെമീറയുടെ കൂടെ ഇതാട്ടോ കുഞ്ഞ്. ആ കുഞ്ഞിനവർ നൂറുദ്ദീൻ എന്ന് പേര് നൽകി. ആ കുഞ്ഞിൻ്റെ വരവോടെ ആ കുടുംബത്തിൻ്റെ സന്തോഷം ഇരട്ടിയായി. ഒരിക്കൽ കണ്ണീർ മാത്രം ഉണ്ടായിരുന്ന വീട്ടിൽ ഇപ്പോൾ കളിയും ചിരിയും സന്തോഷവും നിറഞ്ഞു. ഒരു കാലത്ത് എൻ്റെ മക്കളെ ആരാണ് നോക്കുക എന്ന് കരഞ്ഞിരുന്ന സെമീറ ഇന്ന് തൻ്റെ മക്കളും ഭർത്താവും കുഞ്ഞും ഒത്തുകൂടി സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: കഷ്ടപ്പാടുകൾ എന്നും നിലനിൽക്കില്ല. അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവനെ അള്ളാഹു ഒരിക്കലും കൈവിടുകയുമില്ല. ഓരോ പരീക്ഷണത്തിനും ശേഷം ഒരു ആശ്വാസമുണ്ട്. ഓരോ കണ്ണീരിന് ശേഷവും ഒരു പുഞ്ചിരിയുണ്ട്. അള്ളാഹു നമ്മെ ജീവിതങ്ങളിലും നന്മയും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹറം മാസത്തിൽ അന്നൊരിക്കൽ സെമീറ ദുആ ചെയ്തിരുന്നു: റബ്ബേ, അടുത്ത വർഷമാവുമ്പോഴേക്കെങ്കിലും എന്നുടെയും എൻ്റെ മക്കളുടെയും കഷ്ടപ്പാടുകൾ നീ തീർത്തു തരണേ അല്ലാ. ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ ഒരു മഹാമനുഷ്യനായിരുന്നു. പിന്നീട് അവരുടെ ജീവിതം സ്വർഗമായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഇൻഷാ അല്ലാ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹറത്തിൻ്റെ ഈ 9-10 ദിവസങ്ങളിൽ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.